നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. പുതുപ്പാടി ശ്രീ മാർക്കരക്കാവ് ഭഗവതി സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ ഷമീർ പനിക്കൽ ഉദ്ഘാടനം ചെയ്തു. പുതുപ്പാടി ശ്രീ മാർക്കരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 9ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, വിവിധ കലാപരിപാടികൾ എന്നിവയോടുകൂടി 3 ദിവസങ്ങളിലായിട്ടാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തുന്നത്. പ്രതിഷ്ഠാദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണം കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ ഷമീർ പനിക്കൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാറ്റിനുമപ്പുറത്ത് ഒരു പ്രദേശത്തെ ആകെ ഈ ക്ഷേത്രത്തിൻ്റെ ഇതിൽ കുടികൊള്ളുന്ന മാർക്കരക്കാവിൽ അമ്മയുടെ മടിത്തട്ടിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ അവാർഡും ഇവിടെ സംഘടിപ്പിക്കുന്നത്. ജാതി മതങ്ങൾക്കപ്പുറത്ത് ഈ പ്രദേശത്ത് നമ്മുടെ പ്രദേശത്തിനാകമാനം വലിയ അഭിമാനമായി മാറിയ മക്കളെ അനുമോദിക്കുക. അതിലൂടെ ഇന്നിവിടെ നൽകുന്ന ഈ ഒരു ഉപഹാരം അല്ലെങ്കിൽ ഒരു സ്നേഹ സമ്മാനം എന്ന് പറയുന്നത് അത് അടുത്ത തലമുറയ്ക്ക്, ഇപ്പോൾ 9ാം ക്ലാസ്സിലും ഈ വർഷം 10ാം ക്ലാസ്സിലും ഇനിയൊക്കെ അടുത്ത വർഷങ്ങളിലൊക്കെ 10ാം ക്ലാസ്സിലും +2-നൊക്കെ വരുന്ന മക്കൾക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുന്ന മക്കൾക്ക് ഇതിലൂടെ ഒരു വലിയ പ്രചോദനം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏതൊരു സംഘടനയും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഒരു മോട്ടിവേഷൻ. ക്ഷേത്രം പ്രസിഡന്റ് PM രാജീവ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീജിത്ത് ഷാജി, ട്രഷറർ ദിലീപ് ശിവൻ, തങ്കപ്പൻ കാരമോളൽ, മിനി മോഹനൻ, ജയ സത്യൻ, അനന്തു തമ്പി, ദീപക് രാജു, മോഹനൻ പുൽപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 15ഓളം വിദ്യാർത്ഥികളെയാണ് മൊമന്റോ നൽകി ചടങ്ങിൽ ആദരിച്ചത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.